ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ ഒരു കവിത പഠിക്കാം. ഓക്കെ, കവിത കാ നാം ഹേ ഫൂൾ. അതുപോലെ ഇത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ രാംതരശ് മിശ്രാണ്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. ഓക്കെ, डॉक्टर रामतरश मिश्र हिंदी के प्रतिष्ठित साहित्यकार हैं. वे समर्थ कवि, उपन्यासकार और कहानीकार हैं. उनका जन्म उत्तर प्रदेश में हुआ. पके है धूप, बारिश में भीगते बच्चे, पानी के प्राचीर, जल टूटता हुआ आदि उनकी प्रमुख रचनाएं हैं. व्यास सम्मान, साहित्य अकादमी पुरस्कार आदि से वे सम्मानित हैं. जन्म 15 अगस्त 1924. രാംതരശ് മിശ്ര ഹിന്ദിയിലെ ഒരു പ്രമുഖ സാഹിത്യകാരനാണ്. അദ്ദേഹം ഒരു സമർത്ഥ കവിയാണ്, അതുപോലെ ഒരു നോവലിസ്റ്റാണ്, ഒരു കഥാകൃത്ത് കൂടിയാണ്. അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ഉത്തർപ്രദേശിലാണ്. ഓക്കെ, പഗ്ഗേ ഹേ ധൂപ്, ബാരിഷ് മേ ഭീഗ്തേ ബച്ചേ, പാനി കെ പ്രാചീർ, ജൽ ടൂട്ട്താ ഹുവ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകളാണ്. വ്യാസ സമ്മാൻ, സാഹിത്യ അക്കാദമി പുരസ്കാർ എന്നിവ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കവിതയിലോട്ട് പോവാം. फूल. फूल मीन्स पूവ്. बाजार में सजा प्लास्टिक के फूलों का उद्यान, क्या गजब की रंगत है जैसे बिना मौसम बहार आ गई हो. ബാസാർ. ബാസാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, ചന്ത. സജ അലങ്കരിച്ച, ഉദ്യാൻ ഗാർഡൻ അഥവാ പൂന്തോട്ടം. ഗസബ് വിസ്മയിപ്പിക്കുന്ന, രംഗത്ത് വർണ്ണഭംഗി, കളർഫുൾ. ഓക്കെ, ബഹാർ വസന്തകാലം. बाजार में सजा प्लास्टिक के फूलों का उद्यान, क्या गजब की रंगत है जैसे बिना मौसम बहार आ गई हो. ബാസാർ അതായത് ചന്തയിൽ അലങ്കരിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് പൂക്കളുടെ, പ്ലാസ്റ്റിക് കെ ഫൂലോं का ഉദ്യാൻ, പ്ലാസ്റ്റിക് പൂക്കളുടെ ഉദ്യാനം അല്ലെങ്കിൽ പൂന്തോട്ടം. ക്യാ ഗസബ് കി രംഗത് ഹേ, എന്തൊരു വിസ്മയിപ്പിക്കുന്ന വർണ്ണഭംഗിയാണ്. ജൈസെ ബിനാ മൗസം ബഹാർ ആ ഗയി ഹോ, മൗസം അതായത് വസന്തകാലം അല്ലാതിരുന്നിട്ട് കൂടെ വസന്തകാലം വന്നതുപോലെ. ആ കവിക്ക് ഈ പ്ലാസ്റ്റിക് പൂക്കളുടെ, അതായത് ചന്തയിൽ നിറച്ചു വച്ചിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് പൂക്കളുടെ ഉദ്യാനം കണ്ടപ്പോൾ കവിക്ക് തോന്നിയതാണ്, വസന്തകാലം അല്ലാതിരുന്നിട്ട് കൂടെ വസന്തകാലം വന്നതുപോലെ കവിക്ക് തോന്നി. അത്രയും കളർഫുള്ളായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ന മിഠി ഗോഡ്നെ കി സമസ്യ, ന ഖാദ് ന പാനി, ന ചിടിയോं से रखवाली, ന मौसम का इंतजार. ന മിഠി എന്ന് വെച്ചാൽ മണ്ണ്. മിട്ടി ഗോഡ്നെ കി സമസ്യ, മിട്ടി ഗോഡ്ന എന്ന് പറഞ്ഞാൽ മണ്ണ് കിളയ്ക്കുക. അതായത് ഞങ്ങളൊരു ചെടി നടുന്നതിന് മുന്നേ മണ്ണിനെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കും അല്ലേ, അതിൽ കുറച്ച് വെള്ളമൊക്കെ നനച്ച് അത് ഇങ്ങനെ ഇളക്കി അതിനൊന്ന് സോഫ്റ്റ് ചെയ്തെടുക്കും. അതിനാണ് മിട്ടി ഗോഡ്ന എന്ന് പറയുക. ഖാദ് എന്ന് പറഞ്ഞാൽ വളം, പാനി മീൻസ് വെള്ളം. ഓക്കെ, എന്താ പറയുന്നത്, ന മിഠി മണ്ണ് വേണ്ട, ന മിട്ടി ഗോഡ്നേക്ക് സമസ്യ മണ്ണ് കിളയ്ക്കേണ്ട ആവശ്യമില്ല, ന ഖാദ് വളം വേണ്ട, ന പാനി വെള്ളം വേണ്ട, ന ചിടിയോं से रखवाली പക്ഷികളിൽ നിന്ന് അതിന് സംരക്ഷണം നൽകേണ്ട, ന മൗസം കാ ഇന്തസാർ കാലത്തെ പ്രതീക്ഷിച്ച് ഇരിക്കേണ്ട. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിക് പൂക്കളാണല്ലോ അല്ലേ, അപ്പം ഇതിൻ്റെതൊന്നും ആവശ്യമില്ല. एक ही भाव से हमेशा दहकते रहते हैं ये फूल. एक ही भाव से ഒരേ ഭാവത്തോടു കൂടി, ഹമേശ എപ്പോഴും, ദഹക്തേ രഹത്തേ ഹേ യേ ഫൂൽ ജ്വലിച്ചു നിൽക്കുന്നു ഈ പൂക്കൾ. എന്താ പറയുന്നത് കവി, ഒരേ ഭാവത്തോടു കൂടി അതിമനോഹരമായിരിക്കുന്നല്ലേ അത്, ആ പൂക്കൾ എന്നും ഒരുപോലെ ജ്വലിച്ചു നിൽക്കുന്നു. मैं इन्हें देर तक देखता रहा, फिर आँखों में उतर आ गए चुभते हुए से अपने आँखन के खिलते मुरझाते फूल. मैं इन्हें देर तक देखता रहा, ഞാൻ ഇതിനെ
കുറേ നേരം അങ്ങനെ നോക്കി നിന്നു. ഫിർ ആँखों में उतर आ गए चुभते हुए से अपने आँखन के गिलते मुरझाते फूल. പിന്നീട് കണ്ണുകളിൽ നിന്ന് ഉതരാകയെ ഇറങ്ങിപ്പോയി. ചുബത്തെ ഹുയേസെ, ചുബത്തെ ഹുയേസെ എന്ന് പറഞ്ഞാൽ തുളച്ചു കയറുന്ന പോലെ, കയറിയ പോലെ. അപ്നെ ആംഖൻ കെ ഖിൽത്തെ മുർജാത്തെ ഫൂൽ. ആംഖൻ എന്ന് പറഞ്ഞാൽ മുറ്റം, ഖിൽന വിരിയുക, മുർജാന വാടുക. ഓക്കെ, തൻ്റെ വീട്ടുമുറ്റത്തെ വിരിഞ്ഞതും വാടിയതുമായ പൂക്കൾ കവിയുടെ മനസ്സിൽ നിന്നും കവിയുടെ കണ്ണുകളിൽ നിന്നും ഇറങ്ങിപ്പോയി. കവിക്കിപ്പോൾ പ്ലാസ്റ്റിക് പൂക്കളുടെ ആ ഭംഗി മാത്രമേ കവിയുടെ മനസ്സിൽ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നേച്ചുറലായിട്ടുള്ള പൂക്കൾ കണ്ടപ്പോൾ കവിക്കതൊരു അഭംഗിയായി തോന്നി. ഓക്കെ, घर पहुँचते ही उन्हें उखाड़ फेंका और दहकते हुए बाजार को सजा दिया घर के पूरे अंतराल में. घर വീട്, ഘർ പഹൂഞ്ചത്തെ ഹി ഉനേം ഉഖാഡ് ഫേങ്ക. ഉഖാഡ് ഫേങ്ക എന്ന് പറഞ്ഞാൽ പിഴുതെറിയുക. വീട്ടിലെത്തിയ പാടും അദ്ദേഹം പിഴുതെറിഞ്ഞു. ഔർ ദഹക്തെ ഹുയെ ബാസാർ കോ സജാ ദിയ ഘർ കെ പൂരെ അന്തരാൾ മേ. ദഹക്തെ ഹുയെ ബാസാർ, അതായത് ചന്തയിൽ ജ്വലിച്ചു നിൽക്കുന്ന പ്ലാസ്റ്റിക് പൂക്കൾ അദ്ദേഹം വീട് മുഴുവനും, അതായത് വീടിൻ്റെ എല്ലാ ഭാഗത്തും അലങ്കരിച്ചു, പ്ലാസ്റ്റിക് പൂക്കളാൽ അലങ്കരിച്ചു. ഓക്കെ, ദിൻ ബീത്തെ മഹീനെ ബീത്തെ മൗസം ബീത്തെ സാരാ ഘർ ഏക രസ് ഇൻ രംഗോ മേ ഡൂബാ രഹ. ദിൻ ബീത്തെ ദിവസങ്ങൾ കടന്നുപോയി, മഹീനെ ബീത്തെ മാസങ്ങൾ കടന്നുപോയി, മൗസം ബീത്തെ കാലവും കടന്നുപോയി, സാരാ ഘർ വീട് മുഴുവനും, ഏക് രസ് ഇൻ രംഗോമേ ഡൂബാ രഹ ഒരേ രസത്തോടും നിറത്തോടും കൂടി അങ്ങനെ വീട് മുഴുവനും മുങ്ങിപ്പോയി. ഓക്കെ, ഹവാओं ने कहा हमें गंध चाहिए मैं चुप रहा. ഹവ മീൻസ് കാറ്റ്, ഗന്ധ് എന്ന് പറഞ്ഞാൽ സുഗന്ധം. ഹവാओने कहा, കാറ്റ് പറഞ്ഞു, ഹമേ ഗന്ധ് ചാഹിയേ, ഞങ്ങൾക്ക് സുഗന്ധം വേണം. മേ ചുപ്പ് രഹ, ഞാൻ ഒന്നും മിണ്ടിയില്ല. ചുപ്പ് രഹ എന്ന് പറഞ്ഞാൽ മിണ്ടാതെ നിൽക്കുക. ഓക്കെ, മധുമക്കിയോനെ കഹ ഹമേ രസ് ചാഹിയേ. മധുമക്കി എന്ന് പറഞ്ഞാൽ തേനീച്ച. തേനീച്ചകൾ പറഞ്ഞു, ഹമേ രസ് ചാഹിയേ, ഞങ്ങൾക്ക് തേൻ വേണം. മേം തേൻ, ഇവിടെ രസ് എന്ന് പറഞ്ഞാൽ ആ പൂക്കളുടെ തേൻ. മധുമക്കിയോനെ കഹ ഹമേ രസ് ചാഹിയേ, ഞങ്ങൾക്ക് തേന് വേണം. മേ ചുപ്പ് രഹ, ഞാനൊന്നും മിണ്ടിയില്ല. തിത്തലിയോനെ കഹ ഹമേ കോമൾ സ്പർശ ചാഹിയേ. തിത്തലി എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റ. പൂമ്പാറ്റകൾ പറഞ്ഞു, ഹമേ കോമൾ സ്പർശ ചാഹിയേ, ഞങ്ങൾക്ക് മൃദുലമായ സ്പർശം വേണം. മേ ചുപ്പ് രഹ, ഞാൻ ഒന്നും മിണ്ടിയില്ല. മാംനെ കഹ, അമ്മ പറഞ്ഞു, മുझे പൂജാ കെ ലിയേ ഫൂൽ ചാഹിയേ, എനിക്ക് പൂജയ്ക്ക് വേണ്ടി പൂക്കൾ വേണം. മേ ചുപ്പ് രഹ, ഞാൻ ഒന്നും മിണ്ടിയില്ല. പത്നീനെ കഹ, പത്നി മീൻസ് ഭാര്യ. ഭാര്യ പറഞ്ഞു, മുझे വേണി കെ ലിയേ ഫൂൽ ചാഹിയേ, എനിക്ക് തലയിൽ ചൂടാൻ പൂക്കൾ വേണം. മേ ചുപ്പ് രഹ, ഞാൻ ഒന്നും മിണ്ടിയില്ല. ലേക്കിൻ ജബ് ബച്ചേനെ കഹ ബാപ്പു മുझे ഫൂൽ ചാഹിയേ ഫൂലോं की पहचान के लिए. ലേക്കിൻ എന്നാൽ കുട്ടികൾ പറഞ്ഞു, ബാപ്പു മുझे ഫൂൽ ചാഹിയേ, എനിക്ക് ഫൂൽ വേണം, എനിക്ക് പൂക്കൾ വേണം. ഫൂലോं की पहचान के लिए, പൂക്കളെ തിരിച്ചറിയാൻ വേണ്ടി എനിക്ക് പൂവ് വേണം. तो मैं चुप न रह सका, അപ്പോൾ എനിക്ക് ഒന്നും മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കുട്ടികൾ പറഞ്ഞപ്പോൾ കുട്ടികൾ എന്താ പറഞ്ഞേ, പൂക്കളെ തിരിച്ചറിയാൻ വേണ്ടി അവർക്ക് പൂ വേണം. അപ്പോഴാണ് അദ്ദേഹത്തിന് തൻ്റെ തെറ്റ് മനസ്സിലായതല്ലേ. അപ്പോഴദ്ദേഹത്തിന് അത് കേട്ടപ്പോൾ മിണ്ടാതെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഹൃദയ ഹാഹാകാർ കറുട, ഹൃദയം അങ്ങനെ ഇടിക്കാൻ തുടങ്ങി. ഓക്കെ, പാനിക്കായി ഉണർന്നു. ഓക്കെ, हाय मैंने क्या कर दिया कि बच्चे फूलों की पहचान से वंचित हो गए.
അയ്യോ, ഹായ് മീൻസ് അയ്യോ. മേനെ ക്യാ കർ ദിയാ, ഞാൻ എന്തൊരു കാര്യമാണ് ചെയ്തത്. ബച്ചേ ഫൂലോം കി പെഹചാൻ സെ വഞ്ചിത് ഹോ ഗയേ, കുട്ടികൾ പൂക്കളെ തിരിച്ചറിയാൻ വേണ്ടി അതിൽ നിന്ന് വഞ്ചിതരായോ. മേനെ പ്ലാസ്റ്റിക് കെ സാരേ ഫൂൽ തോട് ഡാലെ, ഞാൻ എല്ലാ പ്ലാസ്റ്റിക് പൂക്കളും പൊട്ടിച്ചു കളഞ്ഞു. ഔർ ഫാവഡ ലേക്കർ, ഫാവഡ മീൻസ് മൺവെട്ടി, കൈക്കോട്ട്. അപ്നെ ആഖൻ കി മിട്ടി സെ ജോജ്നെ ലഗ, മൺവെട്ടി എടുത്ത് തൻ്റെ മുറ്റത്തുള്ള മണ്ണ് കിളയ്ക്കാൻ തുടങ്ങി. മിഠി മുസ്കരായി, ഹവ ഖിൽഖിലായി, ജൽ കളകള കളകള ഗാനെ ലഗ. മിട്ടി മുസ്കരായി, മണ്ണ് പുഞ്ചിരിച്ചു. ഹവ ഖിൽഖിലായി, കാറ്റ് അട്ടഹസിച്ചു ചിരിച്ചു. ജൽ കളകള കളകള ഗാനെ ലഗ, ജലം വെള്ളം കളകളം പാടാൻ തുടങ്ങി. ഓക്കെ, അപ്പം എന്താ ഇവിടെ പറയുന്നത്? അദ്ദേഹത്തിന് പ്ലാസ്റ്റിക് പൂക്കൾ, അതായത് കമ്പോളത്തിൽ നിറച്ച് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് പൂക്കൾ കണ്ടപ്പോൾ കവിക്ക് തൻ്റെ വീട്ടിൽ നിൽക്കുന്ന വിരിയുന്നതും വാടിയതുമായ പൂക്കൾ അദ്ദേഹത്തിന് അഭംഗിയായി തോന്നിയല്ലേ. പ്ലാസ്റ്റിക് പൂക്കളുടെ ഭംഗി കണ്ട് തൻ്റെ വീട്ടിലെ പൂക്കൾ അദ്ദേഹത്തിന് ഭംഗിയില്ലാത്തതായി തോന്നി. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീട്ടുമുറ്റത്തുള്ള പൂക്കളൊക്കെ പിഴുതെറിഞ്ഞുകൊണ്ട് അവിടെ പ്ലാസ്റ്റിക് പൂക്കൾ വച്ച് നിറപ്പിച്ചു അല്ലേ. അപ്പോൾ എല്ലാവരും പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. പക്ഷേ കുട്ടികൾ പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് തൻ്റെ തെറ്റ് മനസ്സിലായതല്ലേ. അദ്ദേഹം അവിടുള്ള പ്ലാസ്റ്റിക് പൂക്കളൊക്കെ വീണ്ടും മാറ്റി ചെടികൾ നട്ട് പിടിപ്പിക്കാൻ തുടങ്ങിയല്ലേ. ഓക്കെ, കവിത എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും കവിത നന്നായിട്ട് വായിക്കുക. ഓക്കെ, വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ.